ഹലോ ആൾ ഇറ്റ്സ് മീ നിതിക. അപ്പോൾ ഗൈസ് ഞാൻ വന്നിട്ടുള്ള ഒരു പുതിയ വീഡിയോ ഇട്ടാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഒരു കുഞ്ഞു മിനി വ്ളോഗ്. കുറച്ച് ദിവസമായി ഗൈസ് മിനി വ്ളോഗൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചാൽ നടക്കണം. അപ്പോൾ ഇന്നാണ് കൃത്യമായിട്ടുള്ളൊരു തക്കം കിട്ടിയത്. അപ്പോൾ നമുക്ക് നേരെ വൈകണ്ട, വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ താഴെ കാണുന്ന ബെല്ലൈക്കനൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പോരെ. അപ്പോൾ ഗൈസ് ഞാനും മോൾട്ടി ചേച്ചിയും പിന്നെ വേറെ ഒരാ പൊന്നു ശിവതയും അച്ഛനൊക്കെ പാടെ കൂടിയിട്ടാണ് കേട്ടോ പുഴയിൽ പോകുന്നത്. അച്ഛനത് ആ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ തന്നെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്നും കാണാറുള്ള തന്നെയാണ് ഒരു അടിപൊളി സൺസെറ്റ്. അത് ഇന്നും കണ്ടു തന്നെയുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒറ്റൊരു ഓട്ടം ഓടി അതിലവിടെ ചാടി. അവിടെ വലിയൊരു സംഭവം ഉണ്ടായിരുന്നു. ക്യാമറയ്ക്ക് ഇപ്പോൾ നിലത്തേക്ക് വീഴുന്നുള്ള നിലയായിരുന്നു കേട്ടോ. കണ്ടാൽ തോന്നൂല, പക്ഷേ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പൊന്നുവിനോട് ഞാൻ ഹായ് കാണിച്ചു തരാൻ പറഞ്ഞതാ. ഓളെന്താ കാട്ടിന്ന് കണ്ടോക്കെ. ഒരു ഹായ് പറയടി ഒന്നുകൂടി. ഗൈസ് ഞാൻ അവളോട് ഹായ് അല്ലേ പറയാൻ പറഞ്ഞുള്ളൂ. അപ്പം എന്താ അത് ക്യാമറയിൽ ക്യാപ്ചർ ആയോന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്ന് പറയുക ഒറ്റ തോർത്തേ ഉള്ളൂ എന്ന് പറയുക. ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് ശിവത വന്നിട്ട് ഹായ് ഹായ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ തോർത്തേ ഉള്ളൂ പറയുമ്പോൾ എൻ്റെ കണക്കൂട്ടലെല്ലാം തെറ്റി ഗൈസ്. എനിക്ക് അവിടെ ഒന്ന് വെള്ളത്തിലിറങ്ങാൻ പോയിട്ട് വെള്ളം തൊടാൻ പോലും പറ്റുമോ വെച്ചാൽ അത് പച്ചക്കള്ളാവും. അവിടെ കിടന്ന് നീരാടാനൊന്നും പറ്റിയില്ല, എന്നാലും പകുതി മൊത്തം നനച്ച്. പിന്നെ ഇവരുടെ മെയിൻ ഉദ്ദേശം ഒരു സംഭവം ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുക, എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് നല്ല അടിപൊളി ആശുപത്രി ഗൈസ്. അപ്പോൾ ഗേസ് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ ഡോറാബുജിൻ്റെ പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ. പൊന്നിയാണ് കറക്റ്റ് ഡോറാബുജി. അതെ, വീടും കടന്ന് പാടം കടന്ന് പുഴയും കടന്ന് പുഴയിലേക്കല്ലേ എത്തണ്ടേ? വീടും കടന്ന് പാടം കടന്ന് പുഴയിലേക്ക് എത്താറായല്ലോ. ഗേസ് വലിയ ബിൽഡപ്പൊക്കെ കൊടുത്ത് ഞാൻ എന്തേ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറ്റാതെ ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റിയ ഒരു അടിപൊളി പീസ്ഫുൾ സ്ഥലമാണ് എന്നാണ് പറയണത്. ഇത് കേട്ടപ്പോൾ തലപ്രാന്ത് തന്നെയൊക്കെ വന്നു. അതിന് ആ 2 ഉറുമ്പ് പോണ പോലെ തോന്നുന്നത് അത് കിണികിണി അല്ലെങ്കിൽ പൊന്നു, ശക്കര അല്ലെങ്കിൽ ശിവത. പിന്നെ അച്ഛനും മോളി ചേച്ചിയും ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഞാനാണ് ഏറ്റവും ബാക്കിൽ കേട്ടോ. അപ്പോൾ നടക്കാൻ വയ്യ ഗൈസ്. പകുതി എന്താ പറയുക, നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പം തന്നെ കൊടുക്കാം കേട്ടോ ഗൈസ്. അതിൽ കുറച്ച് നമുക്ക് ലാസ്റ്റും കൊടുക്കാം ഗൈസ്. വീഡിയോ എല്ലാവരും കണ്ടില്ലേ? സോറി ഗൈസ്, ഫോട്ടോ എല്ലാവരും കണ്ടില്ലേ? അപ്പോൾ വീണ്ടും ഒരു ഫോട്ടോഷൂട്ട് പ്ലീസ്. പിന്നെ നമ്മൾ എവിടെ പോയാലും മറക്കാത്ത ഒരു സൺസെറ്റ്. ഇത് രണ്ടും നമ്മളെ പാരമ്പര്യമായതുകൊണ്ട് പിന്നെ എവിടെ പോയാലും നമ്മൾ കൈവിടില്ലല്ലോ. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് കാലിൽ കൂടെ ഇഴങ്ങി പോകുന്ന മണലിൽ എൻ്റെ കണ്ണിൽപ്പെട്ടത്. പിന്നെ ആ മണലിനെ ഞാൻ വെറുതെ അവിടെ നിന്നില്ല, കാലുകൊണ്ടെടുത്ത് ഇതാക്കി മാത്രമല്ല കൈ കൊണ്ട് എടുത്തോണ്ട് ഒറ്റ കയറായിരുന്നു. ഫസ്റ്റ് റെഡി ആയില്ല. ഫസ്റ്റത്തെ എവിടേക്കാണ് പോയി അറിയോ? എൻ്റെ തലമണ്ടയിൽ കൂടെ ഞാൻ പോയി. സെക്കൻഡത്തെ പുളിയായിരുന്നു. തലമണ്ടയിൽ കൂടെ പോയിട്ട് ആ തലമണ്ടയിൽ മണ്ണ് മൊത്തം ഉണ്ടായിരുന്നു. പക്ഷേ കാണുമ്പോൾ അങ്ങനെ തോന്നില്ല ഗൈസ്. ഫണ്ടാസ്റ്റിക് ആണ് ഗൈസ്. പിന്നെ ലാസ്റ്റ് പോരാൻ നേരത്ത് കണ്ടോ, ഞാൻ ഡ്രസ്സിൽ മൊത്തം മണ്ണ് വെച്ച് തേച്ചതാ. ആ മണലിൻ്റെ പൊടി കൈ കഴുകാൻ വെള്ളമൊന്നുമില്ല, ഒക്കെ പൊന്നുവിൻ്റെ ബാഗിലാണ്. പൊന്നാണെങ്കിൽ ബാഗും കൊണ്ട് നേരത്തെ പോയിട്ടുണ്ട്. നമ്മൾ പിന്നെ സ്ലോ മോഷൻ ആമ എഴുന്ന പോലെ ആയതുകൊണ്ട് പയ്യെ തിന്ന പനയും തിന്നാന്നാണോ. ഇത് തിന്നേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഒരു ഐഡിയ ഇല്ല ഗൈസ്. അപ്പോൾ അച്ഛനൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി കാണാം. കാല് മൊത്തം കുഴിഞ്ഞു പോകുന്നുണ്ട്. ഫണ്ടാസ്റ്റിക് കോണ്ടർ ഗൈസ്. നല്ല മണൽ, അതിൽ ചവിട്ടുമ്പോൾ കാല് ഉഴുന്ന് പോകുന്നു. അതല്ല ഈ പൊളിക്കണം ഗൈസ്.
എവിടെ കുണ്ടി? ഞങ്ങള് കുറച്ച് ദിവസം മുന്നേ ഇവിടെ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇല്ല മോട്ടേച്ചിയെ ഇപ്പൊ പോയായിരുന്നു. ഇവിടെ എവിടെയൊക്കെ ഷെല്ലുണ്ടാവും. ഒരു ഷെല്ല് വണ്ടർഫുൾ ഷെല്ലല്ലേ? വോൾട്ടേജിന്റെ ഷെല്ലത്. വെള്ളത്തിലിറങ്ങാൻ പെർമിഷൻ തരും. എന്താ അപ്പോൾ ഈ ഒരു വീഡിയോക്ക് ഇത്രയുള്ള വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ വെറൈറ്റി വീഡിയോസിനുള്ള ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വെറൈറ്റി വീഡിയോസിന് താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ കാണാം.